ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. ലേറ്റായെന്നറിയാം, എന്നാലും ഇരിക്കട്ടെ, എൻ്റെ വകയൊരു ഹാപ്പി വിഷു. അമ്മയും അമ്മും കാഞ്ഞങ്ങാടേക്ക് വന്നിട്ടുണ്ടായിനി, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നേരെ ടൗണിലേക്ക് ഇറങ്ങിയിട്ട്, അതാ നമ്മളെ ടൗണത്തെ തിരക്കെല്ലാം കണ്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. അമ്മക്ക് കുറച്ച് നൈറ്റി തുണികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ഷീണം കാരണം അവിടെ ഇരുന്നു കേട്ടോ. 2-3 ദിവസം കൊണ്ട് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നില്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പ് റിക്സിലേക്ക് പോയിട്ടോ. പിറ്റേന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ കുറച്ച് വെടിയെല്ലാം മേടിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതെല്ലാം പൊട്ടിക്കലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് അമ്മ കാരയപ്പം, അതായത് ഉണ്ണിയപ്പമില്ലേ, അതെല്ലാം ചുട്ടു വെക്കുന്നുണ്ടായിനി പിറ്റേന്നത്തേക്ക് കണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്തു. ഇതാണ്ടോ, അമ്മ ഇത് ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഈ സമയത്തൊക്കെ നല്ല ലേറ്റായി. ഇപ്പം ഞാൻ കണി ഒരുക്കുന്നുണ്ടോ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12:45 ആ ഒരു സമയമായപ്പോഴാണ് ഞാൻ ഈ കണി ജസ്റ്റ് ഒന്ന് ഒരുക്കി വെക്കുന്നുണ്ടായത്. ഞാനാണ് ഒരുക്കിയ സമയത്തൊക്കെ അമ്മയും അമ്മുമൊക്കെ അമ്മു കിടന്നിട്ടുണ്ടായിട്ടാ. അമ്മു കുളിക്കുന്നോ അങ്ങനെ എന്തോ ഉണ്ടായി. അമ്മ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓവറായിട്ട് നമ്മളെ വീട്ടിലെ കണി സിമ്പിളാണ്. എല്ലാ നാട്ടിലും എങ്ങനെയെന്ന് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇവിടെ എങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ വിഷു ആഘോഷിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു കണി വെക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ കാസർഗോഡ് നന്നായിട്ട് വിഷു ആഘോഷിക്കും കേട്ടോ. എല്ലാ ഇതും അവിടെ എനിക്ക് തോന്നുന്നു ദീപാവലിയാണ് അങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ളത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ കണിയൊക്കെ ഞാൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ടാണ് എപ്പോഴും വെക്കൽ. അധികം ആർഭാടങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ കുറച്ചെല്ലാം ഒരുക്കി. പിറ്റേന്ന് ഞാൻ സെറ്റ് കൊണ്ട് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ സമയത്ത് തന്നെ രാത്രി തന്നെ പ്ലേറ്റെല്ലാം എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മു ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ. അതെല്ലാം കഴിഞ്ഞ് കിടക്കാനെല്ലാം നല്ല ലേറ്റായി. ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസമായിട്ടോ. പിറ്റേ ദിവസം ഞാൻ കണി ഒരുക്കുന്നതാണ് കാണുന്നത്. കുറച്ച് നമ്മളെ പൈസയൊക്കെ വെക്കുമല്ലോ, പൈസയും ഗോൾഡെല്ലാം വെക്കുമല്ലോ. അപ്പോൾ അതെല്ലാം അത് പിറ്റേ ദിവസമാണ് നമ്മൾ വെച്ചിട്ടുണ്ടായത്. ഞാനൊരു 4 മണിക്ക് എണീച്ച് കുളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കണ്ടോ, മേളിലിങ്ങനെ വിളക്കിൻ്റെ അവിടെ കുഞ്ഞു മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് അതൊക്കെ കത്തിക്കും കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇവിടുത്തെ നമ്മൾ ഏകദേശം ഈ ഒരു നാട്ടിൽ ഏകദേശം ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഞാൻ എല്ലാ വീട്ടിലും കണ്ടിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ മെഴുകുതിരിയൊക്കെ വെച്ച് വിളക്കെല്ലാം കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. ഇതാണ് നമ്മളെ കണിയുണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മളെ സിമ്പിൾ കണിയാണ് കേട്ടോ. കണ്ടോ, അധികം ആർഭാടങ്ങളൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ. അങ്ങനെ ഇതെല്ലാം ഒരുക്കിയിട്ട് അമ്മ കണി കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പുറത്ത് ഏട്ടൻ്റെ വീടുണ്ട്, ആടെ കണി വെക്കാൻ വേണ്ടിയിട്ട്. ആടെ അങ്ങനെ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല, സിമ്പിളായിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തും കൂടെ മെഴുകുതിരി കത്തിച്ച് നമ്മൾ ആ ഒരു സ്റ്റെപ്പിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കും കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് മിക്കവാറും, ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ നാട്ടിൽ എങ്ങനെയാണെന്നറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഇങ്ങനെ ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർ ദീപാവലിയാണ് കൂടുതൽ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാനിതാ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ സിമ്പിളായിട്ടാണ് വെച്ചിട്ട്, ഓവറായിട്ടൊന്നും വെച്ചിട്ടില്ല. കാരണം ഇവനെ ഇവിടെ നിന്ന് കണ്ടിട്ട് നമ്മളവിടെയും വന്ന് കാണും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ വെച്ചു. ഇന്ന് നമ്മളെ വീട്ടിൽ രാവിലെ പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കണതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞത് വിഷു ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ നോർമൽ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ ദോശ, ചപ്പാത്തി, ഇഡലി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള പലഹാരം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മും കൂടെ
അമ്പലത്തിലേക്ക് പോയി. നമ്മളിവിടെ ദുർഗ പരമേശ്വരി ക്ഷേത്രമുണ്ട്, അവിടെയാണ് ഞാനും അമ്മയും കൂടെ പോയത്. അമ്മ ഈ സമയത്ത് നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. നമ്മൾ നടന്നാണ് പോകുന്നത്. നമ്മളെ നാട്ടുവഴികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് നമ്മളെ അമ്മേൻ്റെ കൂട്ടുകാരിനെയും കണ്ടു, മകളെയും മകളുടെ മക്കളെയും കണ്ടു കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ വരുന്നത്, ദേവീക്ഷേത്രമാണ്. അങ്ങനെ അപ്പോൾ ഇപ്പം ഈ മുമ്പിൽ ഈ കാണുന്നതൊക്കെ ഇപ്പം പുതുക്കി പണിതതാണ് കേട്ടോ. ജസ്റ്റ് ആ ബാക്കിൽ കാണുന്നില്ലേ, ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആ മുറ്റവും ഇപ്പോഴാണ് ബാക്കിയെല്ലാം പുതുക്കി പണിതത്. എനിക്ക് ഈ അമ്പലത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ നാഗത്തറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ എടുത്തത്. അപ്പോൾ ഇനി ഇത് എടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ല. സാധാരണ ഇങ്ങനെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഇത് അമ്മ നമ്മൾ തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഈ പൂവ് കണ്ടോ, ഇതിന് തൊട്ടപ്പുറത്ത് നമുക്ക് സ്വാമി മഠമാണ്, അയ്യപ്പ ഭജന മഠമാണ്. അവിടെ കണിയെടുത്തപ്പോഴത്തേക്ക് നമുക്ക് ആ പൂ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നേരെ പഴംപൊരിയെല്ലാം കഴിച്ചു. പഴംപൊരിയെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു പണി. എനിക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ജയയുടെ അടുത്തേക്ക് പോയിട്ടോ. ജയക്കൊരു പഴംപൊരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ആ ചെറുക്കൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കളിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇത് കൊടുക്കുന്നത് കേട്ടോ. അവന് ദേഷ്യം വരും, എന്നാലും സഹിച്ച് നിൽക്കും, ഭക്ഷണം കിട്ടണമല്ലോ. അതുകൊണ്ട് ഈ ഒരു പട്ടി ഷോ ഒക്കെ കാണാൻ വേണ്ടി കണ്ട് അവൻ നിൽക്കും, വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ കളിപ്പിച്ചിട്ടാണ് അവന് കൊടുക്കുന്നത്. അവൻ്റെ മൈൻഡ് വോയിസ് എനിക്ക് ഊഹിക്കാം എന്തായിരിക്കും അവൻ പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു സമയത്തൊരു ഇതുണ്ട്, അവൻ എന്നെ കണ്ട് പേടിക്കുന്നൊരു ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, ആ സിറ്റുവേഷൻ വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത്. കുറച്ച് കോമഡി ആയിരുന്നു കണ്ട അങ്ങനെ അവൻ പേടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം പിന്നെ അവൻ എന്നെ എപ്പോഴും ഈ ഒരു വേഷത്തിൽ അന്ന് ദിവസം മൊത്തവും അവൻ എന്നെ പേടിയായിരുന്നു കേട്ടോ. മൊത്തം മീൻസ് ഞാൻ ഈ സാരി ഉടുത്ത സമയം വരെ അവൻ എന്നെ പേടിയായിരുന്നു. എൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പേടി പോലെയായിരുന്നു കേട്ടോ. ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് അപ്പം കൊണ്ട് കൊടുത്തതാണ് ആ കണ്ടത്. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ബിരിയാണിയാണ് ഞാനും അമ്മയും ഏട്ടനും അമ്മയും എല്ലാം കൂടിയിട്ട് അടുക്കളയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ നാട്ടിൽ എന്താ പറയുക, ഓണായാലും വിഷു ആയാലും എന്താണേലും നോൺ വെജ് വേണം എന്നുള്ളതൊരു ചെറിയൊരു നിർബന്ധമാണ്. നിർബന്ധം മീൻസ് മിക്ക വീട്ടിലും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട്. ബിരിയാണി, ഗ്രേവി, പിന്നെ നമ്മൾ കച്ചമ്പറാക്കിയിട്ടുണ്ട്. എല്ലാ ഇതും ഇട്ടിട്ട് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കച്ചമ്പറെല്ലാം ആക്കി. പിന്നെ നമ്മൾ പാൽപ്പായസം, അത് പാൽപ്പായസം മീൻസ് പിന്നെ സേമിയ പായസം ഇല്ലേ, സേമിയ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അതാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന് സേമിയ പായസം ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2:35 ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണി ഞാൻ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിന്. ഏകദേശം നമ്മൾ ഈ പഴംപൊരി അല്ലേ രാവിലെ കഴിച്ചത്, അതുകൊണ്ടുള്ളത്. പിന്നെ നമ്മളെ വൈകുന്നേരമായി. ഈ ഒരു ചായ കുടിയോടുകൂടി ഈ വർഷത്തെ നമ്മുടെ വിഷു അവസാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വർഷം ഞാൻ ഇവിടെയാണോ കൊല്ലത്താണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വിഷു എന്തായാലും നന്നായിട്ട് ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഈ ഒരു പ്രാവശ്യത്തെ വിഷു ഞാൻ ആഘോഷിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.